Hello, welcome to Rid Short Talks. സ്വാഗതം. അപ്പോ നിങ്ങൾ പങ്കുവെച്ച ഒരു നിഫ്റ്റി ട്രെൻഡ് അനാലിസിസും ട്രേഡിംഗ് പ്ലാനും കിട്ടിയിട്ടുണ്ട്. അതൊന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം, അല്ലേ? തീർച്ചയായും. പ്രധാനമായും ഇതൊരു ചാർട്ട് അനാലിസിസ് നോട്ടാണ്. ഇതില് നിഫ്റ്റിയുടെ ഒരു ഷോർട്ട് ടേം ഡയറക്ഷൻ അതെങ്ങോട്ടാണ്, പിന്നെ പ്രധാനപ്പെട്ട പ്രൈസ് ലെവലുകൾ ഏതൊക്കെയാണ്, അതൊക്കെ വെച്ച് ട്രേഡ് എടുക്കാൻ വല്ല സാധ്യതയും ഉണ്ടോ, ഇതാണ് നമ്മൾ നോക്കുന്നത്. അതെ. ഇപ്പൊ ഈ നോട്ട് നോക്കുമ്പോൾ കാണുന്നത് നിഫ്റ്റി ഒരു നിർണായക ലെവലിലാണ്. പ്രത്യേകിച്ച് ഈ 25,000 എന്ന സൈക്കോളജിക്കൽ ലെവലില്ലേ, അതിന് തൊട്ട് താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഷോർട്ട് ടേമിൽ ഒരു ചെറിയൊരു ഇറക്കം വരാനുള്ള സൂചനകളാണ് ഇതിൽ കൂടുതലായിട്ട് കാണുന്നത്. ശരിയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ കാര്യം, ഇപ്പോഴത്തെ ട്രെൻഡ്. ഈ നോട്ട് പറയുന്ന പോലെ നിഫ്റ്റി ഇപ്പോ ഒരു ഷോർട്ട് ടേം ഡൗൺ ട്രെൻഡിലാണ്. അതായത് ലോവർ ഹൈസും ലോവർ ലോസും ഉണ്ടാക്കുന്നുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ചെറിയൊരു ഇറക്കത്തിലാണ്. ഇപ്പോഴത്തെ വില ഏകദേശം 24,965. ആ 25,000 തൊട്ടടുത്ത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വോളിയം കുറവാണെന്നാണ് പറയുന്നത്. അത് പ്രധാനപ്പെട്ട പോയിന്റാണ്. അതെ, വോളിയം കുറവാണ്. അതെന്താ സൂചിപ്പിക്കുന്നത്? പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ, അതോ വിൽപ്പന കുറവാണോ? അതെ, വോളിയം കുറഞ്ഞുള്ള ഒരു ഇറക്കം എന്ന് പറയുമ്പോൾ അതൊരു വലിയ പാനിക് സെല്ലിംഗ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല. ചിലപ്പോൾ അതൊരു താൽക്കാലിക പിൻവാങ്ങലാകാം, അല്ലെങ്കിൽ കുറച്ചുപേർ ലാഭമെടുത്തതാകാം. പിന്നെ ആ 25,000 എന്ന ലെവല് അതൊരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ നല്ല സാധ്യതയുണ്ട്. പലരുടെയും മനസ്സിൽ അതൊരു തടസ്സമായിരിക്കും. പിന്നെ മുൻപ് സപ്പോർട്ടായിരുന്നൊരു സോൺ 25,050 തൊട്ട് 25,100 വരെ, അതിനിയിപ്പോൾ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാറാനും ചാൻസ് ഉണ്ട്. ഓക്കെ. RSI ഏകദേശം 41.75 ആണ്. അതായത് ഓവർസോൾഡ് സോൺ. അതായത് 30 എത്താൻ ഇനിയും കുറച്ചുകൂടി താഴോട്ട് പോകാൻ ടെക്നിക്കലി ഇടമുണ്ട്. ശരി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തില് ഷോർട്ട് ചെയ്യാനുള്ള പ്ലാൻ, അതായത് വില താഴോട്ട് പോകുമെന്നുള്ള ഒരു ട്രേഡിനുള്ള സാധ്യത, അതെങ്ങനെയായി നോട്ടിൽ പറയുന്നത്? ഓക്കെ, ഷോർട്ട് ചെയ്യാനായിട്ട് ഒരു പ്ലാൻ പറയുന്നുണ്ട്. എൻട്രി സോണായിട്ട് പറയുന്നത് 25,050 തൊട്ട് 25,100 വരെയാണ്. റെസിസ്റ്റൻസ് സോൺ. അതെ, അവിടെ വിലയെത്തുമ്പോൾ അവിടെയൊരു ബെയറിഷ് കാൻഡിൽ പാറ്റേൺ കാണണം. ഓക്കെ, ഒരു കൺഫർമേഷൻ വേണം നിർബന്ധമായും. ഒന്നുകിൽ ഒരു ബെയറിഷ് പാറ്റേൺ, അല്ലെങ്കിൽ വില അവിടെ തട്ടി താഴോട്ട് തിരിയുന്നത് കാണണം. അല്ലാതെ ചാടിക്കേറി എടുക്കരുത്. ശരി. സ്റ്റോപ്പ് ലോസോ? സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ആ തൊട്ടുമുന്നത്തെ ഹൈയിലെ അതിനു മുകളിൽ ഏകദേശം ഒരു 25,150 ലെവലിൽ വെക്കാം. ടാർഗറ്റുകൾ? ടാർഗറ്റ് 1, അതായത് T1 24,850. അത് അടുത്തൊരു സപ്പോർട്ട് ലെവലാണ്. T2 വരുന്നത് 24,700. അത് ചാർട്ടിൽ നോക്കുമ്പോൾ കാണുന്ന ഒരു ഡിമാൻഡ് സോണാണ്. ഓക്കെ, അപ്പോൾ ഈ ലെവലുകളൊക്കെ ഇതിനൊരു ലോജിക് ഉണ്ടല്ലോ അല്ല? തീർച്ചയായും. T1 അടുത്ത സപ്പോർട്ടാണ്. T2 കുറച്ചുകൂടി താഴെയുള്ളൊരു ഡിമാൻഡ് ഏരിയ ആണ്. വാങ്ങാൻ ആൾക്കാർ താൽപ്പര്യപ്പെട്ടേക്കാവുന്ന ഒരു സ്ഥലം. ഈ റെസിസ്റ്റൻസിൽ ഒരു റിജക്ഷൻ കിട്ടിയാൽ ഈ ഷോർട്ട് പ്ലാനിന് നല്ല സാധ്യതയുണ്ട്. RSI 50 താഴെ നിൽക്കുന്നതും ഈ ഒരു താഴോട്ടുള്ള വ്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നോട്ട് തന്നെ ലോങ് പോകാനുള്ളൊരു സാധ്യതയും പറയുന്നുണ്ട്, അല്ലേ? അതെ, അതും തള്ളിക്കളയുന്നില്ല. അതെങ്ങനെയാണ്? ലോങ് ട്രേഡിനും ഒരു പ്ലാൻ പറയുന്നുണ്ട്. എൻട്രി സോണായിട്ട് 24,880, 24,900 റേഞ്ചാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു സപ്പോർട്ട് സോൺ. അവിടെയും കൺഫർമേഷൻ വേണോ? വേണം. അവിടെ ഒരു ബുള്ളിഷ് സിഗ്നൽ, അതായത് ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് അല്ലെങ്കിൽ ഒരു ഹാമർ കാൻഡിൽ ഒക്കെ കണ്ടാൽ എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസും ടാർഗറ്റോ? സ്റ്റോപ്പ് ലോസ് വരുന്നത് 24,840, അതായത് തൊട്ട് താഴത്തെ ലോയുടെ താഴെ. T1 വരുന്നത് 25,050. അതൊരു ചെറിയ റെസിസ്റ്റൻസ് ആണ്. T2 വരുന്നത് 25,150. ഒരുപക്ഷെ അവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങോ അല്ലെങ്കിൽ അടുത്ത സപ്ലൈ സോണിലേക്കോ എത്താൻ നോക്കാം. ഓക്കെ, പക്ഷേ ഇതിന്റെ സാധ്യത മിതമാണെന്നും പറയുന്നുണ്ട്. എന്താ കാരണം? കാരണം ഒന്ന്, മുൻപ് RSI 30 അടുത്തേക്ക് വന്നിരുന്നു, ഓവർസോൾഡിന്റെ അടുത്തേക്ക്. അപ്പോൾ ഒരു ബൗൺസിന് സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഷോർട്ട് ടേം ട്രെൻഡ് ഡൗൺ ആണ്. പിന്നെ ആ 25,000 ലെവല് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മുന്നിലുണ്ട്. ശരിയാണ്. അതുകൊണ്ട് തന്നെ ആവാം ഇതിന്റെ സാധ്യത ഒരു മീഡിയം ലെവലിൽ കാണുന്നത്. ആ ബുള്ളിഷ് കൺഫർമേഷൻ അതുകൊണ്ട് വളരെ പ്രധാനമാണ്. അപ്പൊ ഈ രണ്ട് പ്ലാനും, ഷോർട്ടും ലോങ്ങും, ഒരേ സമയം ഇങ്ങനെ മുന്നോട്ട് വയ്ക്കുന്നത് മാർക്കറ്റിലൊരു കൺഫ്യൂഷൻ കൊണ്ടാണോ? ആ 25,000-നടുത്തുള്ള ഒരു അനിശ്ചിതത്വം. അതെ, അതാണ് കറക്റ്റ് പോയിന്റ്. ഈ രണ്ട് സാധ്യതകളും
ഇത്ര കൃത്യമായി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ കാണിക്കുന്നത് മാർക്കറ്റ് ആ 25,000 ലെവലിൽ ശരിക്കും ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ നിൽക്കുകയാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് വാർണിംഗ്സും കൊടുത്തിട്ടുണ്ട്. ആ, അതെന്തൊക്കെയാണ്? ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് അതെങ്ങനെ ഉപയോഗപ്പെടും? പ്രധാനമായിട്ടും 2 എണ്ണം. ഒന്ന്, വില 24,840 താഴെ പോയി ക്ലോസ് ചെയ്താൽ പിന്നെ ലോങ് ചിന്തിക്കരുത്. ഓക്കെ. കാരണം പിന്നെയും താഴോട്ട് പോകാനാണ് ചാൻസ്. 2, ആ 24,950-നും 25,000-നും ഇടയിൽ. അതൊരു നോ ട്രേഡ് സോൺ പോലെയാണ്. വ്യക്തമായ സിഗ്നൽ ഇല്ലാതെ അവിടെ ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അവിടെ റേഞ്ച് നോയ്സ് ഉണ്ടാവാം അല്ലേ? അതെ, അവിടെ വില അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു നിൽക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ജൂലൈ 21 കാര്യം പറയുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ചാർട്ട് വെച്ച് നോക്കിയാൽ ഈ പ്ലാനുകൾ അനുസരിച്ച് നല്ല എൻട്രികൾ കിട്ടിയേക്കാം എന്നും സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ക്ഷമ വേണം. ഓക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി ഒരു ക്രൂഷ്യൽ പോയിന്റിലാണ്. താഴേക്കും മുകളിലേക്കും പോകാൻ സാധ്യതകളുണ്ട്. അതിനനുസരിച്ചുള്ള പ്ലാനുകളും ലെവലുകളും ഒക്കെ ഈ നോട്ടിലുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനം പ്രൈസ് ആക്ഷൻ കൺഫർമേഷനാണ്. പിന്നെ സ്റ്റോപ്പ് ലോസ് നിർബന്ധമായും ഉപയോഗിക്കണം. അതെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു കാര്യം കൂടി പറയാം. പറയൂ. ഈ അനാലിസിസ് മുഴുവനും ഷോർട്ട് ടേം ട്രേഡിങ്ങിനെ കുറിച്ചാണ് അല്ലേ? അതെ. അപ്പോൾ ഈ പറയുന്ന ലെവലുകളും പ്ലാനുകളും ഒക്കെ നിങ്ങളുടെ ഒരു ലോങ് ടേം വ്യൂ, നിഫ്റ്റിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ കാഴ്ചപ്പാടുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയുമായിട്ട് ഇതെങ്ങനെ ചേർന്ന് പോകും? അതൊരു നല്ല ചോദ്യമാണ്. ഈ ഷോർട്ട് ടേം കാര്യങ്ങൾ നിങ്ങളുടെ ഓവറോൾ മാർക്കറ്റ് ധാരണയെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് ഒന്ന് ആലോചിച്ചു നോക്കുന്നത് നല്ലതാണ്. ഈ പ്ലാനിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ അത് സഹായിക്കും. തീർച്ചയായും. നന്ദി.